നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഡിസംബർ മാസമാണ്, നല്ല തണുപ്പുള്ള ദിവസം. പക്ഷേ ഈ വാർത്തകൾക്ക് മാത്രം ആ തണുപ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചൂടേറിയ വാർത്തകളാണ് ഓരോ ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആദ്യം ഇന്നത്തെ ദിവസത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അത് നമ്മൾ എന്തായാലും മറക്കാൻ ഒരിക്കലും പാടുള്ളതല്ല. കാരണം അത്രയും സവിശേഷതയുള്ള വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. ദേശീയ കർഷക ദിനമാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മെ ഊട്ടുന്ന, നമുക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം കർഷകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. അവരെ ഓർമ്മിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് ആദരവർപ്പിക്കാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഇനി എന്തുകൊണ്ടാണ് ഈ ദിവസം ഈ കർഷക ദിനമായി തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അതിനും കൃത്യമായൊരു കാരണമുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയായ ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനം കൂടിയാണെന്ന്. അദ്ദേഹം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ കർഷകർക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ സംഭാവനകൾ വലുതാണ്. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം തന്നെ ഈ കർഷക ദിനമായി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും കർഷകരെക്കുറിച്ച് നമുക്ക് പറയാൻ ഒരുപാടുണ്ട്. നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നതാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വളർച്ചയിലും സമ്പദ്ഘടനയിലും ഒക്കെ കർഷകരുടെ പങ്ക് എത്രമാത്രം ഉയരത്തിലാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഡിസംബർ തണുത്ത ദിവസത്തെ ചൂടുള്ള വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ SIR കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി SIRമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളൊക്കെയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്ത് വന്ന് ആ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റിയതിനെതിരെയൊക്കെ തന്നെ പ്രതികരണം നടത്തിയതുമാണ്. ഇനി മറ്റൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പിന്നാലെയാണ് SIT സംഘവും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്കെ ഇനി വരാൻ പോവുകയാണ്. ആ ഘട്ടത്തിൽ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഇനി മറ്റൊന്ന്, സർക്കാർ ജീവനക്കാരെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മെഡിസെപ്പ് പ്രീമിയം തുക ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അത് ചെറിയ വർധനമൊന്നുമല്ല. 500-ൽ നിന്നും 810 രൂപ എന്നതാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്ന തുക. അതായത് ഒരു മാസം 310 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടി വരിക. അത് എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു വർഷം ഏകദേശം 8237 രൂപയും GSTയും കൂടെ ഉൾപ്പെടെ വരും. എന്തായാലും ഈ ആകെ കൂട്ടാനുണ്ടായിരുന്ന ഈ ഒരു മെഡിസെപ്പിൻ്റെ പ്രീമിയം ഉണ്ടായിരുന്നു, അതും ഇപ്പോൾ എന്തായാലും കൂട്ടിയിട്ടുണ്ട് എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഈ നിയമപരമായി തന്നെ ഇക്കാര്യങ്ങൾ നേരിടുമെന്നാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒരു വലിയ സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകമാണ്. അതിൽ മരിച്ച രാംനാരായണൻ്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകുമെന്ന് അവർ തന്നെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ നിരവധിയായിട്ടുള്ള വാർത്തകളുണ്ട്. അതിലേക്കെല്ലാം ഒന്നൊന്നായി നമുക്ക് വരാം. ആദ്യം ഇന്നത്തെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ നോക്കാം. കേരളം ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങളിലെ SIR കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. പേര് ചേർക്കുന്നതിനും തിരുത്തലിനും ജനുവരി 22 വരെ സമയം. അന്തിമ പട്ടിക ഫെബ്രുവരി 21-ന്. ഫോം നൽകാനുള്ള സമയപരിധി നീട്ടി നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കേരളം. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും തിരിച്ചടി. മെഡിസെപ്പ് ഇൻഷുറൻസ് പ്രീമിയം തുക വർദ്ധിപ്പിച്ചു. 500-ൽ നിന്നും 810 രൂപയാക്കി. ജനുവരി 1-ന് പ്രാബല്യത്തിൽ. നിയമപരമായി നേരിടുമെന്ന് സർവീസ് സംഘടനകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തന്നെ കുടുക്കിയെന്നും ശബരിമലയിൽ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നും വാദം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ശബരിമല മണ്ഡല പൂജയ്ക്കായുള്ള തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് തുടക്കം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു. 26-ന് ശരംകുത്തിയിലെത്തും. മണ്ഡലപൂജ 27-ന്. ബംഗ്ലാദേശിൽ പ്രക്ഷോഭം തുടരുന്നു. ഒരു വിദ്യാർത്ഥി നേതാവിന് കൂടി വെടിയേറ്റു. മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നു. സംഘർഷത്തിന് കാരണം ഇടക്കാല സർക്കാരെന്ന് ഷെയ്ഖ് ഹസീന. ഇന്ത്യയിലെ വിസ പ്രവർത്തനം വെട്ടിച്ചുരുക്കിയ ബംഗ്ലാദേശ് നടപടി നിരീക്ഷിച്ച് ഇന്ത്യ. അതിർത്തി സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിൽ. വാളയാർ ആൾക്കൂട്ടക്കൊലയിൽ അന്വേഷണം ഇഴയുന്നു. SC/ST അതിക്രമം തടയൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയില്ല. ഒളിവിലുള്ള പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ്. രാംമോഹൻ നാരായണന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റെടുത്തു. ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകും.
എന്തായാലും വിശദമായ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം ഈ കേരളമടക്കം 3 സംസ്ഥാനങ്ങളിലെ SIR കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. കേരളം, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ കരട് പട്ടികയാണ് ഇന്ന് പ്രസിദ്ധപ്പെടുത്തുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഈ പട്ടിക ലഭ്യമാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകാത്തവർക്ക് ഈ 2026 ജനുവരി 22 വരെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അന്തിമ പട്ടിക വരിക ഫെബ്രുവരി 21-നായിരിക്കും ഈ SIRന്റെ പട്ടിക വരിക. ഈ വാർത്തയുടെ വിവരങ്ങളുമായി കൂടുതൽ വിശദാംശങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഈ വലിയ വിവാദമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ SIR വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഇതാ ആ കരട് പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കൂടുതൽ ആളുകൾ നോക്കുക, അല്ലെങ്കിൽ ഈ പട്ടിക പുറത്തു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ലിജിൻ, നേരത്തെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആവശ്യപ്പെട്ടിരുന്നത് ഈ SIRന്റെ കരട് വോട്ടർ പട്ടിക എത്രയും പെട്ടെന്ന് പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ്. കാരണം ഏകദേശം 24 ലക്ഷത്തിലധികം പേരാണ് ഈ പട്ടികയ്ക്ക് പുറത്തുള്ളത്. ഇവരുടെയൊക്കെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന ആവശ്യം രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ തന്നെ ഉന്നയിക്കുന്നതാണ്. പക്ഷേ നിലവിൽ ഏതായാലും ഈ എന്യൂമറേഷൻ ഫോം ഉൾപ്പെടെ പൂരിപ്പിച്ച് നൽകാനുള്ള സമയപരിധിയൊക്കെ നീട്ടണമെന്ന ആവശ്യമൊക്കെ നിലനിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഈ SIRന്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ്. കേരളത്തിനോടൊപ്പം തന്നെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ കരട് വോട്ടർ പട്ടിക കൂടി പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഈ പട്ടിക ലഭ്യമാകും. അപ്പോൾ അതിലേക്ക് നോക്കി ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ളതൊക്കെ അതിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ നിലവിൽ ഏതായാലും സാധിക്കും. ഈ എന്യൂമറേഷൻ പൂരിപ്പിച്ച് നൽകാത്തവർക്ക് ജനുവരി 22 വരെ സമയപരിധിയുണ്ട്. അതിനുള്ളിൽ പൂരിപ്പിച്ച് നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ അന്തിമ പട്ടിക ഫെബ്രുവരി 21-നായിരിക്കും പ്രസിദ്ധീകരിക്കുക. ഈ എന്യൂമറേഷൻ ഫോം സമർപ്പണത്തിനുള്ള തീയതി 2 ആഴ്ചയെങ്കിലും നീട്ടണമെന്ന് കേരളം നിലവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതായാലും കേരളം നിലവിൽ കത്ത് നൽകിയിട്ടുണ്ട്. 24 ലക്ഷത്തോളം പേരാണ് ഈ പട്ടികയിൽ ഉൾപ്പെടാതെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഫോം തിരിച്ചു നൽകാതെ പല കാരണങ്ങളാലാണ് ഈ ഫോം തിരിച്ചു നൽകാൻ സാധിക്കാതെ ഇരിക്കുന്നത്. ഏതായാലും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കായാലും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കായാലും ഈ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി അതിൽ നോക്കി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ, എന്ത് കാരണം കൊണ്ടാണ് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ ഈ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതാണ് എന്തായാലും ഇന്ന് SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധപ്പെടുത്തുകയാണ്. അതിന് മറ്റൊരു കാര്യം കൂടി, ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാരുടെയും ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ പ്രീമിയം തുക വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. വലിയ വർധനമുണ്ടാകുന്നു. 500-ൽ നിന്നും 810 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് സർക്കാർ ഉദ്യോഗസ്ഥർ അതിനോട് പ്രതികരിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ പ്രീമിയം വർദ്ധിപ്പിക്കുമ്പോഴും സർക്കാർ പറയുന്ന ചില വാദങ്ങൾ, അതായത് നിലവിലുള്ള പദ്ധതിയുടെ അപാകതകൾ പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു 2ാം ഘട്ടത്തിൽ തുടക്കം കുറിക്കുന്നത് എന്നുള്ള വാദം ധനവകുപ്പ് പറയുകയാണ്. എന്തായാലും ഏത് രീതിയിലായിരിക്കും ഈ സർവീസ് സംഘടനകൾ അടക്കം ഇതിനെ സമീപിക്കുക, അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത എങ്ങനെയാണ്? ഈ സർക്കാർ ജീവനക്കാരുടെയും അതുപോലെ തന്നെ പെൻഷൻകാരുടെയും ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ പ്രീമിയം തുക 500-ൽ നിന്ന് ഏകദേശം 810 രൂപയാണ് നിലവിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 310 രൂപയാണ് ഒരു മാസം വർദ്ധിക്കുക. ഒരു വർഷം 8237 രൂപയും GST ആയിരിക്കും പ്രീമിയം തുകയായിട്ട് നൽകേണ്ടി വരിക. അടുത്ത മാസം 1 മുതലാണ് ഈ പുതിയ നിരക്ക് ഏതായാലും പ്രാബല്യത്തിൽ വന്നു തുടങ്ങുക. ജീവനക്കാരിൽ നിന്ന് ഈ സർക്കാർ ജീവനക്കാരിൽ നിന്ന് ഈ മാസം ശമ്പളം മുതൽ പുതുക്കിയ പ്രീമിയം തുക ഈടാക്കി തുടങ്ങാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. പെൻഷൻകാരുടെ ജനുവരി മാസത്തെ പെൻഷനിൽ നിന്നായിരിക്കും ഈ തുക ഈടാക്കി നൽകുക. പ്രീമിയം വർധനയ്ക്കെതിരെ ഇപ്പോൾ നിയമ പോരാട്ടത്തിന് ഏതായാലും സർവീസ് സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഈ നിലവിലുള്ള ഈ മെഡിസെപ്പ് പദ്ധതിയുടെ അപാകതകളൊക്കെ പരിഹരിച്ചാണ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് അനുയോജ്യമായ രീതിയിലാണ് നിലവിൽ ഈ പ്രീമിയം വർധന എന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണമെങ്കിലും ഇതിനെതിരെ ഇപ്പോൾ സർവീസ് സംഘടനകളൊക്കെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്താനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പല സർവീസ് സംഘടനകളും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കമൊക്കെ നിലവിൽ ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും സർവീസ് സംഘടനകൾ വലിയ പ്രതിഷേധം ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സാധാരണഗതിയിൽ സംസ്ഥാനത്ത് മറ്റെല്ലാ കാര്യങ്ങൾക്കും വില കൂടുന്നു എന്നുള്ളതായിരുന്നു. എന്തായാലും ഇപ്പോൾ മെഡിസെപ്പ് പ്രീമിയം കൂടി വർദ്ധിക്കുന്നതോടെ, അല്ലെങ്കിൽ ആ പ്രീമിയം തുക കൂടി വർദ്ധിക്കുന്നതോടുകൂടി സംസ്ഥാനത്ത് ഇനി വില കൂടാൻ ഒന്നുമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്.
എന്തായാലും ഈ പുതുക്കിയ തുക ഈ മാസം മുതൽ ഈടാക്കുമെന്ന് പറയുമ്പോഴും ഇത് ജനുവരി മുതൽക്കായിരിക്കും പ്രാബല്യത്തിൽ വരിക എന്ന് ധനവകുപ്പ് പറയുന്നുണ്ട്. പുതിയ നിരക്ക് അല്ലെങ്കിൽ കൊണ്ടുവരുന്നതിന് ധനവകുപ്പ് പറയുന്നൊരു പ്രധാനപ്പെട്ട ന്യായീകരണം എന്ന് പറയുന്നത് ഈ മെഡിസെപ്പ് പദ്ധതിയുടെ നിലവിലുള്ള അപാകതകൾ പരിഹരിച്ചുകൊണ്ട് രണ്ടാം ഘട്ടത്തിൽ ഒരു പുതിയ പുത്തൻ തുടക്കമൊക്കെയാണ് ധനവകുപ്പ് പറയുന്നത്. പക്ഷേ അത് എത്രത്തോളമായിരിക്കും ഈ സർവീസ് സംഘടനകളും ജീവനക്കാരും ഒക്കെ സ്വീകരിക്കുക എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമല മണ്ഡലപൂജയ്ക്ക് കലിയുഗ വരദനായ അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്രയ്ക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തുടക്കമായി. പുലർച്ചെ 5 മുതൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പൊതുജനങ്ങൾക്കായി തങ്കയങ്കി ദർശനം ആരംഭിച്ചിരുന്നു. വിവിധ ക്ഷേത്രങ്ങളിലെയും ഇടത്താവളങ്ങളിലെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 26-ന് വൈകിട്ടോടെ ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഈ തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അതേ രീതിയിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോൾ ഈ തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലാണ് ഈ ഘോഷയാത്ര നടക്കുന്നത്. അതായത് രാവിലെ 5 മണി മുതൽ തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഈ തങ്കയങ്കി ദർശിക്കാനുള്ള അവസരം പൊതുജനങ്ങൾക്കും ഭക്തർക്കും എല്ലാം ഉണ്ടായിരുന്നു. ഈ 5 മണിക്ക് മുതൽ തുടങ്ങിയ ഈ ദർശനം ഇപ്പോൾ അവിടെ നിന്നും ഈ കുടിമരച്ചൂട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് തങ്കയങ്കി വെച്ചിരുന്നു. അവിടെ നിന്നും ഇപ്പോൾ ഘോഷയാത്ര ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഈ രഥത്തിലേക്ക് മാറ്റുകയാണ്. പ്രത്യേകം തയ്യാറാക്കിയ ശബരിമലയുടെ മാതൃകയിലുള്ള രഥമാണ് ആ രഥത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിരവധി ഭക്തരുടെ അകമ്പടിയോടെയാണ് ഈ രഥഘോഷയാത്ര നടക്കുന്നത്. സായുധസേന ഉൾപ്പെടെ ഈ രഥഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട്. ഇന്ന് ആറന്മുളയിൽ നിന്നും പുറപ്പെടുന്ന രഥഘോഷയാത്ര ഇന്ന് രാത്രിയിൽ ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലാണ് വിശ്രമിക്കുക. അതിനുശേഷം നാളെ ഈ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നാളെ കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലും പിന്നീട് അതിനടുത്ത ദിവസം പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിലുമാണ് രാത്രി വിശ്രമം. അതിനുശേഷം 26-ാം തീയതി വൈകിട്ട് സന്നിധാനത്തെത്തും. അന്ന് വൈകിട്ട് തങ്കയങ്കി ചാർത്തിയാണ് സന്നിധാനത്ത് ദീപാരാധന നടക്കുക. 27-നാണ് മണ്ഡല പൂജ. ഇന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് ആറന്മുളയിൽ നിന്നും തങ്കയങ്കി രഥഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഭക്തരുടെ വലിയൊരു തിരക്ക് തന്നെ ഈ തങ്കയങ്കി കണ്ടു തൊഴാൻ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് തങ്കയങ്കി ആറന്മുളയിലെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സ്ട്രോങ് റൂമിൽ നിന്നും പുറത്തെടുത്തത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ നടത്തിയ ദർശനം ഭക്തർക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ തങ്കയങ്കി രഥഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ശരി, എന്തായാലും ഭക്തിസാന്ദ്രം എന്ന ഒറ്റ വാക്കിൽ പറയാം. നേരത്തെ തന്നെ ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പൊതുജനങ്ങൾക്കായി തങ്കയങ്കി ദർശനം ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വിവിധ ക്ഷേത്രങ്ങളിലെയും ഇടത്താവളങ്ങളിലെയും ഒക്കെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് 26-ന് വൈകിട്ടോടെയായിരിക്കും സന്നിധാനത്ത് എത്തുക. കണ്ണൻ ദേവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള കേരള കാമരാജ് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് ചേരും. അസോസിയേറ്റ് അംഗമാക്കാം എന്ന UDFന്റെ ക്ഷണം തള്ളിയ സാഹചര്യം ചർച്ചയാകും. NDAയിൽ കടുത്ത അവഗണന നേരിടുന്നതായി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. മുന്നണിയുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു എന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് അസോസിയേറ്റ് അംഗമാക്കാം എന്ന തീരുമാനത്തിലെത്തിയത് എന്നുമാണ് UDF നേതാക്കൾ പറയുന്നത്. ഇന്ന് ചേരുന്ന യോഗമാകും തുടർ നീക്കങ്ങൾ തീരുമാനിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ വാളയാർ ആൾക്കൂട്ട കൊലയിൽ അന്വേഷണം ഇഴയുന്നു എന്നുള്ള കാര്യമാണ്. SC/ST അതിക്രമം തടയൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല, ഈ ഒളിവിലുള്ള പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ് ഇപ്പോഴും വലയുന്നുണ്ട്. രാംമോഹൻ നാരായണന്റെ മൃതദേഹം അതേസമയം ബന്ധുക്കൾ ഏറ്റെടുക്കുകയാണ്. മൃതദേഹം അദ്ദേഹത്തിന്റെ നാടായ ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. വിശദാംശങ്ങളുമായി പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ രാംമോഹൻ നാരായണൻ എന്ന ആ വ്യക്തി എത്രമാത്രം ക്രൂരമായിട്ടാണ് കൊല്ലപ്പെട്ടത് എന്നതൊക്കെ തന്നെ നമ്മുടെ മുൻപിലുണ്ട്. കഴിഞ്ഞ ദിവസം റിമാൻഡ് റിപ്പോർട്ട് വന്നപ്പോൾ നമ്മളത് കണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒളിവിലുള്ള പ്രതികളെ പോലീസിന് കണ്ടെത്താനാകുന്നില്ല എന്നത് ഒരു ചോദ്യമായി നിൽക്കുന്നു. മാത്രമല്ല, ഈ പ്രധാനപ്പെട്ട വകുപ്പുകൾ SC/ST അതിക്രമം തടയൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുമില്ല. വലിയ പ്രതിഷേധം തന്നെയാണോ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നത്?
ലിജിൻ, തീർച്ചയായും കേരള മനസാക്ഷിക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലാണ് ഈ പറയുന്ന രാംനാരായണന്റെ ഒരു ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ഒരു വർഷങ്ങൾക്ക് മുൻപാണ് മധു എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെ ആളുകൾ ഇത്തരത്തിൽ ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായത് പാലക്കാട്. അതിനുശേഷം അതിദാരുണമായ ഒരു സംഭവമാണ് രാംനാരായണന്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് നമ്മൾ കൊടുക്കാനുള്ളത് മൃതദേഹം ബന്ധുക്കൾ ഏറ്റെടുക്കും എന്നുള്ളൊരു വാർത്തയാണ്. അതിൽ ഇത് മൃതദേഹം നേരത്തെ ഏറ്റെടുക്കില്ല എന്ന നിലപാടെല്ലാം കുടുംബത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ മന്ത്രി കെ രാജനുമായി നടത്തിയ ചർച്ചയിലാണ് ഒടുവിൽ ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുക്കാമെന്ന നിലപാടിലേക്ക് എത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും എംബാം ചെയ്ത ശേഷം മൃതദേഹം നാടായ ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകും. വിമാനമാർഗമായിരിക്കും മൃതദേഹം കൊണ്ടുപോകുക. ഒപ്പം കുടുംബാംഗങ്ങളും ഉണ്ടാകും. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നത് അന്വേഷണം ഇഴയുന്നു എന്ന രീതിയിലേക്കുള്ള ആരോപണമാണ്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണുന്നത് കൂടുതലായുള്ള പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നാണ് പൊതുവെയുള്ള ആരോപണം. ഈ എഫ്ഐആറിലും ഒരു ഗുരുതരമായ ഒരു ആരോപണം അത് പോലീസിനെതിരെ ഉണ്ട്. നിലവിൽ കൊലപാതകത്തിന് മാത്രമായുള്ള ദുർബല വകുപ്പുകളാണ് പോലീസ് ചേർത്തതെന്നാണ് ആരോപണം ഉള്ളത്. ഈ BNS-ലെ അതായത് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് കൊലപാതകത്തിന് എടുക്കുന്ന വകുപ്പായ 103-ലെ ഒന്നാണ് ഇപ്പോൾ എഫ്ഐആറിൽ ചേർത്തിരിക്കുന്നത്. എന്നാൽ 5 അതിലധികമോ ആളുകൾ ചേർന്ന് വംശീയ ജാതി തുടങ്ങിയ പേരിൽ നടത്തുന്ന കൊലപാതകത്തിന് കേസെടുക്കുന്ന 103/3 എന്ന സെക്ഷൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് പോലീസിന് നേരെ ഉള്ളത്. ഇത്തരം സെക്ഷൻ കൂടി ഉൾപ്പെടുത്തി കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികൾക്കും കടുത്ത ശിക്ഷ ഏറ്റുവാങ്ങി കൊടുക്കണമെന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തുതന്നെയായാലും ഇപ്പോൾ പുതിയ അന്വേഷണ സംഘം ഇതിൽ രൂപീകരിച്ചിട്ടുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ഗോപകുമാറിനാണ് ഇപ്പോൾ അന്വേഷണ ചുമതല ഉണ്ടായിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി നേരിട്ട് അതിന്റെ കേസിൽ മോണിറ്ററിംഗ് നടത്തും എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ഉള്ള അപ്ഡേറ്റ്. അതുപോലെ തന്നെ കൂടുതൽ വകുപ്പുകൾ ചേർത്ത് എഫ്ഐആർ പുതുക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകളും ഇന്ന് പുറത്തു വരുന്നുണ്ട്. ലിജിൻ. തീർച്ചയായിട്ടും. എന്തായാലും ഈ വാളയാർ ആൾക്കൂട്ടക്കൊല മനുഷ്യ മനസാക്ഷി നടുക്കിയ ഒരു കാര്യമാണ്. മാത്രമല്ല ഈ അറസ്റ്റിലായവരൊക്കെ തന്നെ സ്ഥിരം ക്രിമിനലുകളാണ് എന്ന് പറയുന്നത് പോലീസ് തന്നെയാണ്. പക്ഷേ ഇനിയും പിടിയിലാകാനുള്ളവരെല്ലാം തന്നെ നാട് വിട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ ഒരു കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടത്തണം എന്നതാണ് ഈ നാട്ടുകാരുടെയും അല്ലെങ്കിൽ കേരള സമൂഹത്തിൻ്റെയും ആവശ്യം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രജിത്തായിരുന്നു വിശദാംശങ്ങൾ നൽകിയത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. അതിനുശേഷവും ഇപ്പോഴും മേയർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മേയർ ആര് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊച്ചി മേയർ ആര് എന്നതിൽ ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റിയിൽ ഒരു സമവായം ഉണ്ടായേക്കും. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് മേയർ ആകാനാണ് സാധ്യത കൂടുതൽ. ഒപ്പം തന്നെ പാലാരിവട്ടം ഡിവിഷനിൽ നിന്നും വിജയിച്ച മഹിളാ കോൺഗ്രസ് നേതാവ് VK മിനിമോളും ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജയിച്ച കൗൺസിലർ ഷൈനി മാത്യു എന്നിവരും ഈ പരിഗണനാ പട്ടികയിലുണ്ട്. ലത്തീൻ വിഭാഗത്തിൽ നിന്ന് ഒരാളെ മേയർ ആക്കണമെന്ന ആവശ്യം പാർട്ടിയിലെ ഒരു വിഭാഗം ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ തീരുമാനമുണ്ടായില്ല എങ്കിൽ KPCC ആയിരിക്കും ഈ വിഷയത്തിൽ തീരുമാനം എടുക്കുക. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, ഈ കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അത് ജില്ലാ നേതൃത്വം തന്നെ അല്ലെങ്കിൽ അവിടെ തന്നെ തീരുമാനം എടുക്കും. ഇനി അതല്ല എങ്കിൽ മാത്രമേ KPCC അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഘടകങ്ങളിലേക്ക് എത്തത്തുള്ളൂ. എന്നിരുന്നാലും ഈ ഒന്നിലധികം പേര് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ടേം വ്യവസ്ഥ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യവസ്ഥയ്ക്കുള്ള സാധ്യത എങ്ങനെയാണ് കാണുന്നത്? ലിജിൻ, ഇന്നലെ എറണാകുളം ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ, അതായത് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഒപ്പം ഡൊമിനിക് പ്രസന്റേഷൻ, KN വേണുഗോപാൽ എന്നിവർ ഈ 42 കൗൺസിലർമാരെ കണ്ടിരുന്നു. 76 അംഗ കൗൺസിലിൽ 42 പേരാണ് UDF-ന് ഉള്ളത്. അപ്പോൾ ഈ 42 കൗൺസിലർമാരെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു, അവരുടെ അഭിപ്രായങ്ങൾ തേടിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കോർ കമ്മിറ്റിയിൽ ഈ 42 പേരും പങ്കുവച്ച അഭിപ്രായങ്ങൾ അതിൽ പങ്കുവയ്ക്കും. അതിനുശേഷം ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഏതായാലും നമുക്ക്
നമുക്കറിയാവുന്നതുപോലെ KPCC ജനറൽ സെക്രട്ടറിയും സ്റ്റേഡിയം ഡിവിഷനിൽ നിന്ന് വിജയിച്ചു വന്ന കൗൺസിലറുമായ അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, അതേപോലെ തന്നെ പാലാരിവട്ടത്തു നിന്നും വിജയിച്ചു വന്ന അഡ്വക്കേറ്റ് VK വിനിമോൾ, അതേപോലെ ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ഷൈനി മാത്യു, ഇങ്ങനെ 3 പേരാണ് ഇപ്പോൾ പരിഗണനാ പട്ടികയിലുള്ളത്. ഇവരിൽ ആര് മേയർ ആക്കണമെന്നുള്ള കാര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കോർ കമ്മിറ്റിയിൽ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് കരുതുന്നത്. ഇതിനിടെ ഈ ലത്തീൻ സഭ ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നിരുന്നു. ലത്തീൻ സഭയ്ക്ക് മേയർ സ്ഥാനം, ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള ആൾക്ക് മേയർ സ്ഥാനം നൽകണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം ഈ 42 കൗൺസിലർമാരിൽ 18 പേർ ലത്തീൻ സമുദായത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് ലത്തീൻ സമുദായത്തെ ഈ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ സാമുദായിക വിഷയങ്ങൾ ഉയർന്നു വന്നത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു വെല്ലുവിളിയായിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് കരുതുന്നത്. ഇതിനിടയ്ക്ക് നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. പാർട്ടിയിൽ നിന്നും കൂടുതൽ മുൻതൂക്കം അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്നത് കൂടുതലായിട്ടും പിന്തുണ ഉള്ള ഒരു മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി അടക്കം ദീപ്തി മേരി വർഗീസിന് വേണ്ടി പ്രചരണത്തിന് എത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ദീപ്തി മേരി വർഗീസിന് പാർട്ടിയിൽ എത്രത്തോളം സ്വാധീനമുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇത്. അതേസമയം മഹിളാ കോൺഗ്രസ് ഉപാധ്യക്ഷ കൂടിയാണ് അഡ്വക്കേറ്റ് VK മിനിമോൾ. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ KPCC നേരിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. മുമ്പ് ലിജിൻ സൂചിപ്പിച്ചതുപോലെ VD സതീശൻ ഇക്കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതത് മേഖലകളിൽ അല്ലെങ്കിൽ അതത് ജില്ലകളിൽ ഇത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകണമെന്ന് തന്നെയാണ് KPCCയും പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും ഉണ്ടായില്ലെങ്കിൽ KPCC നേരിട്ട് മേയർ സ്ഥാനാർത്ഥി ആരെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതേപോലെ തന്നെ ഒരുപക്ഷെ ടൈം വ്യവസ്ഥയിൽ, അതായത് 1, 2, 3 ടേമായി മേയർമാരെ തീരുമാനിക്കാനുള്ള ഒരു സാധ്യതയും പരിഗണിക്കപ്പെടുന്നുണ്ട്. ലിജിൻ. ശരി, പ്രശാന്ത് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി മേയർ ആര് എന്നതടക്കമുള്ള കാര്യത്തിൽ ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ സമവായം ഉണ്ടായേക്കും. അതേസമയം തിരുവനന്തപുരത്തും സമാനമായ കാര്യമുണ്ട്. കാരണം തിരുവനന്തപുരത്ത് ചരിത്ര വിജയമാണ് BJP NDA സ്വന്തമാക്കിയത്. ഇപ്പോൾ ഇതാ മേയർ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ്. R ശ്രീലേഖ, ഒപ്പം തന്നെ VB രാജേഷ് എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. അതേസമയം മേയർ സ്ഥാനത്തേക്ക് LDFും UDFും മത്സരിക്കും. 26-ാം തീയതിയാണ് ഈ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുക. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഈ ചരിത്ര വിജയം സ്വന്തമാക്കി BJP, അപ്പോൾ ഈ പറയുന്നത് പോലെ മേയർ ആര് എന്നുള്ള, മേയർ സ്ഥാനാർത്ഥി ആര് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഉടൻ തന്നെ പ്രതീക്ഷിക്കാമോ ഒരാളെ? ലിജിൻ, തീർച്ചയായും ആദ്യഘട്ടം മുതൽ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടം മുതൽ തന്നെ BJPയിൽ ഈ മേയർ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നത് സംബന്ധിച്ച് ചർച്ചകളൊക്കെ തന്നെ സജീവമായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു പേരിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യഘട്ടം മുതൽ R ശ്രീലേഖയുടെയും VB രാജേഷിന്റെയും പേരുകൾ തന്നെയായിരുന്നു ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഒരു പേരിലേക്ക് എത്തുന്നതിൽ നേതൃത്വത്തിന് ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ അനിശ്ചിതത്വം തുടരുകയാണ്. ആരാണ് BJPയുടെ മേയർ സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഈ BJPയുടെ അധ്യക്ഷനടക്കം സൂചിപ്പിച്ചത് 26-ാം തീയതി അറിയാമല്ലോ, അതുവരെ കുറച്ച് സസ്പെൻസ് ഇരിക്കട്ടെ എന്ന് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ സൂചിപ്പിച്ചിരുന്നത്. ഏതായാലും ഈ നിലവിൽ ഈ ഉയർന്നു കേൾക്കുന്ന 2 പേരുകൾ കൂടാതെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഒരുപക്ഷെ ഉണ്ടായാലും അതിലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. അക്കാര്യവും പാർട്ടി നേതൃത്വം ഏതായാലും തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും 25-ാം തീയതിയോടുകൂടി BJPയുടെ മേയർ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നത് സംബന്ധിച്ച് ഒരു പേരിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. 26-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. അതിനുള്ളിൽ എന്തായാലും ഒരു പേരിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ഏതായാലും 25-ാം തീയതി ആയിരിക്കും BJPയുടെ മേയർ സ്ഥാനാർത്ഥി ആരെ എന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം എത്തുക. അത് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതുപോലെ തന്നെ LDFും CPMും കോൺഗ്രസും ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഒരു തീരുമാനം ഏതായാലും എടുത്തിട്ടുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം LDFിൽ നിന്നും RP ശിവജി ആയിരിക്കും അവരുടെ സ്ഥാനാർത്ഥി എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്നിരുന്ന CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ഈ തീരുമാനം എടുത്തത്. RP ശിവജി CPMന് വേണ്ടി അല്ലെങ്കിൽ LDFിന്റെ പ്രതിനിധിയായി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരെ എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. നാളെ, അതായത് 24-ാം തീയതി ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു വ്യക്തത വരും എന്നുള്ളതാണ് പാർട്ടി നേതൃത്വങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും ഈ BJPക്കാണ് നിലവിൽ 50 സീറ്റുകളോളം നേടിയിരിക്കുന്നത്. ഇനി ഒരു സ്വതന്ത്രന്റെ കൂടി ഒരു പിന്തുണ കൂടി ഉണ്ടെങ്കിൽ BJPക്ക് വളരെ ഈസിയായി ജയിച്ച് മേയർ സ്ഥാനത്തേക്ക് ആ ഒരു തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനത്തേക്ക് ജയിച്ചു വരാവുന്നതാണ്. പക്ഷേ LDFിനെ സംബന്ധിച്ചിടത്തോളം
129 സീറ്റുകൾ മാത്രമാണുള്ളത്. ഒരു ഭൂരിപക്ഷത്തിലേക്കൊന്നും എത്താൻ സാധിക്കില്ലെങ്കിലും നിലവിലൊരു മത്സരിക്കാതെ BJP അങ്ങനെ ഒരു മേയർ സ്ഥാനത്തേക്ക് കടന്ന് വരണ്ട എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് പാർട്ടി. അതൊരു പക്ഷേ രാഷ്ട്രീയമായിട്ട് മത്സരിച്ചില്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളൊരു വിലയിരുത്തലിലാണ് പാർട്ടി ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ കോൺഗ്രസും CPM മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഏതായാലും എത്തിയിരിക്കുന്നത്. 26-ാം തീയതി ആരാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ എന്നതിന് ഒരു ഉത്തരമാകും. എന്തായാലും തിരുവനന്തപുരത്തെ മേയർ ആരാണ് എന്നറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. BJP സംബന്ധിച്ചിടത്തോളം ആ ശ്രീലേഖയാണോ VV രാജേഷാണോ, ഇനി അതുമല്ല എങ്കിൽ നേരത്തെ അതിനെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഒരു സസ്പെൻസ് ഇരുന്നോട്ടെ, ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും പെട്ടെന്ന് തന്നെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റു വാർത്തയിൽ നോക്കാം. കണ്ണൂർ പയ്യന്നൂരിൽ ഒരു കുടുംബത്തിലെ 4 പേരും മരിച്ച നിലയിൽ കണ്ടെത്തി. രാമന്തളി KT കലാധരൻ, അമ്മ ഉഷ, കലാധരന്റെ 2 മക്കൾ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി ലക്ഷ്മി പ്രിയ ചേരുകയാണ്. ലക്ഷ്മി പ്രിയ, ഈ വളരെ ദാരുണമായ ഒരു വാർത്ത എന്താണ് കാരണമായി അറിയുന്നത്? പോലീസ് എന്തെങ്കിലും അക്കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ടോ? ലിജൻ, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. KT കലാധരൻ, അതുപോലെ തന്നെ അമ്മ ഉഷ, കലാധരന്റെ 2 മക്കളായ ഹിമ, കണ്ണൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് കലാധരനും അമ്മയും തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. മക്കളെ നിലത്ത് മരിച്ചു കിടക്കുന്ന നിലയിലുമാണുള്ളത്. അപ്പോൾ ഈ 2 പേരും, അതായത് കലാധരനും അമ്മയും കുട്ടികളെ വിഷം നൽകി കൊലപ്പെടുത്തിയതിനു ശേഷം ഇവർ തൂങ്ങി മരിച്ചതാകാമെന്ന നിഗമനത്തിനാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രിയോടെ കലാധരന്റെ പിതാവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പോൾ വീട്ടിൽ ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. ഇതിനുശേഷം ഇവരെ കാണുന്നില്ല എന്ന പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നു. ശേഷം വീട്ടിലേക്ക് എത്തിയ സമയത്താണ് ഇവരെല്ലാം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിലേക്കുള്ള കാരണം എന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കലാധരനും ഭാര്യയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ ഡിവോഴ്സിലേക്ക് അടക്കം എത്തിയതാണ്. ഈ കേസ് ഇന്നലെ പരിഗണിച്ചിരുന്നു. അപ്പോൾ ഈ കുട്ടികളെ അമ്മയുടെ കൂടെ വിട്ടു നൽകാൻ ഇന്നലെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഇനി ഇതാണോ ഇത്തരത്തിലൊരു മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രിയാണ് വീട്ടിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഏതായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ലിജിൻ. ശരി, കണ്ണൂർ രാമന്തളിയിലാണ് 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രാഥമികമായി ആത്മഹത്യ എന്ന് പറയുമ്പോഴും ആത്മഹത്യ എല്ലാത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് പരിഹാരമാണോ എന്നുകൂടി ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ലക്ഷ്മി പ്രിയയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ബംഗ്ലാദേശിലെ വാർത്ത നമുക്ക് നോക്കാം. ബംഗ്ലാദേശിൽ ആഭ്യന്തര സംഘർഷം അതിരൂക്ഷമായി ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യ വിരുദ്ധ നിലപാടുകളിലൂടെ കുപ്രസിദ്ധനായ യുവ നേതാവ് ഉസ്മാൻ ഷെരീഖ് ഖാദിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിനിടെ ബംഗ്ലാദേശിൽ മറ്റൊരു യുവ നേതാവിന് കൂടി വെടിയേറ്റു. നാഷണൽ സിറ്റിസൺ പാർട്ടിയുടെ നേതാവ് മുഹമ്മദ് മൊത്തലിബ് സിഗ്ദറിനാണ് വെടിയേറ്റത്. ബുൽനയിലെ സോനാധാങ്ക മേഖലയിലെ വീട്ടിൽ വെച്ച് ഇദ്ദേഹത്തെ അജ്ഞാതർ വെടിവെക്കുകയായിരുന്നു. സിഗ്ദറിന്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. വെടിവെച്ചവരെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. അതിനിടെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണം തുടരുകയാണ്. സംഘർഷത്തിന് കാരണം മുഹമ്മദ് യൂനിസ് നയിക്കുന്ന ഇടക്കാല സർക്കാരാണ് എന്ന രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. കലാപത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതിന് പിന്നാലെ കോൺസുലർ വിസ സേവനങ്ങൾ നിർത്തിവെച്ച് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ, ബംഗ്ലാദേശിലെ ചിറ്റഗോങ് അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനിൽ നിന്നുള്ള വിസ സർവീസ് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിർത്തിവെക്കാൻ ഇന്ത്യ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഇത്. Charanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye ശബരിമലയിൽ വീണ്ടും 1 ലക്ഷം കടന്ന് ഭക്തരുടെ എണ്ണം. 1,5738 തീർത്ഥാടകർ ഇന്നലെ 18ാം പടി ചവിട്ടിയിട്ടുണ്ട്. അതേസമയം മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. വിശദാംശങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഓരോ ദിവസം കഴിയുന്തോറും ശബരിമലയിൽ ഭക്തരുടെ എണ്ണം കൂടി വരികയാണ്. അതുതന്നെയാണല്ലോ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ലിജിൻ, ഈ സീസണിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഇന്നലെ കഴിഞ്ഞു പോയത്. 1,00,000-ലധികം അയ്യപ്പന്മാർ ഇന്നലെ ദർശനം നടത്തി. കൃത്യമായി കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 1,05,738 പേരാണ് ഇന്നലെ 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയിരിക്കുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. വലിയ ഒരു നിര തന്നെ ഭക്തരുടെ നിര കാണാൻ സാധിക്കുന്നുണ്ട്. ദർശനം കാത്തു നിൽക്കുന്ന അയ്യപ്പന്മാരെ കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് രാവിലെ മുതൽ തന്നെ സന്നിധാനത്ത് നിന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ വലിയൊരു തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മണ്ഡലകാലത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി തിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഏതായാലും ഈ ഒരു കാര്യം നേരത്തെ തന്നെ ദേവസ്വം ബോർഡും കണക്കൂട്ടിയിരുന്നതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് കൂടും എന്നുള്ളൊരു പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ വലിയൊരു മുൻകരുതലുകൾ, പ്രത്യേകിച്ച് ഈ തിരക്ക് മായി ബന്ധപ്പെട്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഒപ്പം ഇവിടെ എത്തുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ അത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മണിക്കൂറുകൾ നീണ്ട ക്യൂ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, കൂടാതെ ക്യൂവിൽ നിൽക്കുന്ന അയ്യപ്പന്മാർക്ക് ഭക്ഷണവും ബിസ്ക്കറ്റും വെള്ളവും എത്തിച്ചേർക്കുന്നതിന് വേണ്ടിയുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും തയ്യാറാക്കിയിട്ടുണ്ട്. സ്വാമി, മണിക്കൂറുകളായോ ക്യൂവിൽ നിൽക്കുന്നത്? ഇല്ലപ്പോൾ അത്ര വലിയതൊന്നും ആയിട്ടില്ല. ഒരു 3:30 പമ്പയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ മരക്കൂട്ടം വരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നല്ല ഫ്രീ ആയിട്ട് തന്നെ വരാൻ കഴിഞ്ഞ്. മരക്കൂട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് അവർ ചെറിയ തോതിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് തിരക്ക് നിയന്ത്രിക്കാനാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു തിക്കി തിരക്കിയിട്ടുള്ള ഒരു ഒന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ആളെ ക്യാബിനായിട്ട് വിട്ടുകൊണ്ട് സുഖമായിട്ട് ഇങ്ങ് എത്താൻ കഴിയും. പിന്നെ ഇനിയിപ്പോൾ ദർശനത്തിനും ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് പിന്നെ ചെറിയൊരു സൗകര്യമുണ്ട്. പോലീസ് അയ്യപ്പനുള്ളതുകൊണ്ട് കുറച്ച് സൗകര്യത്തിൽ ഇവിടെ എത്തി. ഏതായാലും ഈ അയ്യപ്പന്മാർ പ്രതികരിച്ചതുപോലെ തന്നെ വലിയ തിരക്ക്, ഈ തിരക്കുണ്ടെങ്കിൽ പോലും വലിയ മണിക്കൂറുകൾ നീണ്ട ക്യൂ ഒന്നും നിൽക്കേണ്ടി വരുന്നില്ല എന്നുള്ളൊരു കാര്യം, അതൊരു ആശ്വാസം തന്നെയാണ്. ഏതായാലും ഇന്ന് ശബരിമലയിലേക്കുള്ള തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടുകയാണ്. ഈ മണ്ഡലപൂജ 27-ാം തീയതി മണ്ഡലപൂജ നടക്കുമ്പോൾ അന്ന് ചാർത്തുന്നതിന് വേണ്ടിയുള്ള തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് ശബരിമലയിലേക്ക് പുറപ്പെടും. 26-ാം തീയതിയാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. അന്ന് വൈകിട്ട് സന്നിധാനത്തെത്തും. പിന്നീട് 26-ാം തീയതി വൈകിട്ട് സന്നിധാനത്ത് തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന നടക്കും. 27-ാം തീയതി രാവിലെ 10:10-നും 11:30-ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് ഈ മണ്ഡലപൂജ, ഈ വർഷത്തെ മണ്ഡലപൂജ നടക്കുന്നത്. അതോടുകൂടി തന്നെ ഈ കാലഘട്ടത്തിന് സമാപ്തിയാവുകയാണ്. 27-ാം തീയതി വൈകിട്ട് ഹരിവരാസനം പാടി നടയടക്കുന്നതോടുകൂടി തന്നെ ഈ വർഷത്തെ മണ്ഡലപൂജ പരിസമാപ്തി കുറിക്കുകയാണ്. പിന്നീട് 30-ാം തീയതി, ഡിസംബർ മാസം 30-ാം തീയതിയാണ് മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് നട വീണ്ടും തുറക്കുന്നത്. ലിജിൻ. ശരി, ശബരിമലയിൽ ഓരോ ദിവസം കഴിയുന്തോറും ഭക്തരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഉത്തരേന്ത്യയിലേക്ക് ഉള്ള വാർത്ത. ഉത്തരേന്ത്യ അതിശൈത്യത്തിലേക്ക് കടക്കുകയാണ്. ഡൽഹി, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ താപനില 8-ന് താഴേക്ക് എത്തി. താപനില ഇനിയും കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതേസമയം രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ മലിനീകരണ തോത് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ മഞ്ഞുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. ഇപ്പോൾ ഇതാ വീണ്ടും താപനില കുറയുന്നു. മാത്രമല്ല ഈ തണുപ്പ് അതികഠിനമായി പുരോഗമിക്കുകയാണ്. എന്താണ് അവിടെ നിന്ന് നൽകാവുന്ന ഏറ്റവും പുതിയ വാർത്ത? ലിജിൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഉത്തരേന്ത്യ അതിശൈത്യത്തിലേക്ക് മാറുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഡൽഹി, അതുപോലെ തന്നെ ഹരിയാന, ഉത്തർപ്രദേശ്, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ ശൈത്യത്തിലേക്ക് ഈ ഘട്ടത്തിൽ വരും. ഡിസംബർ അവസാനം ജനുവരിയോടുകൂടി തന്നെ ഒരുപക്ഷെ 5 ഡിഗ്രിക്ക് താഴേക്ക് ശൈത്യമെത്താനുള്ള ഒരു സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഡൽഹിയിലെ താപനില 6-ലേക്ക് എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ പുലർച്ചെ 7-നടുത്തായിരുന്നു. ഇപ്പോൾ ഈ സമയത്ത് 9 എന്ന നിലയിലാണ് ഡൽഹിയിലെ താപനില നിൽക്കുന്നത്. ഉത്തർപ്രദേശിൽ അത് 8ആണ്. അങ്ങനെ ഓരോ സംസ്ഥാനത്തും അത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഞ്ഞ് വലിയ തരത്തിൽ വരുന്നു എന്നുള്ളതാണ്. പുകമഞ്ഞ് കൂടി വരുന്നതോടുകൂടി തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിമാനങ്ങൾ റദ്ദാക്കുന്ന അവസ്ഥയിലേക്ക്, സർവീസുകളെ ആകെ ബാധിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ തന്നെ വരുന്നത് നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ തന്നെ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഇന്ന് ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ റെയിൽ, വ്യോമ ഗതാഗതത്തെ ഈ മൂടൽമഞ്ഞും അതുപോലെ തന്നെ
പുകമഞ്ഞും എല്ലാം തന്നെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡൽഹിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് മലിനീകരണം തന്നെയാണ്. ഇന്നും IT അടക്കം പല മേഖലകളിലും 350-ന് മുകളിലാണ് വായു മലിനീകരണ തോതുള്ളത്. ഇന്നലെ മുതൽ വിവിധ തലത്തിലുള്ള കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4ാം ഘട്ടത്തിലുള്ള ഒരു നിയന്ത്രണമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. അതായത് മൈനിങ്ങുകളടക്കം ഖനനം, അതുപോലെ തന്നെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം വിലക്കുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുക. ഒപ്പം തന്നെ വാഹനങ്ങൾ പ്രധാനമായും വാഹനങ്ങൾ ഈ ഘട്ടത്തിൽ BS6 വാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ 16,000-ഓളം വാഹനങ്ങൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മാത്രമായി പരിശോധന നടത്തുകയും അവയ്ക്കെല്ലാം തന്നെ അതിൽ തന്നെ 12,000 എണ്ണത്തിന് പിഴ ഈടാക്കുകയും ചെയ്തു എന്നുള്ളത് ഡൽഹി സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ കർശനമായ നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഈ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനമായും ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ നിർദ്ദേശങ്ങളുണ്ട്. ഒപ്പം തന്നെ ജോലികൾ കൂടുതലായി വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ഫ്രം ഹോം എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡൽഹിയും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം തന്നെ ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഉത്തരേന്ത്യ അതിശൈത്യത്തിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ഡിസംബർ, അതായത് ഈ ക്രിസ്മസിന്റെ ആ ദിവസങ്ങളോട് എത്തുമ്പോൾ 5ലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഈ കഴിഞ്ഞ കുറെ കാലങ്ങളെ അപേക്ഷിച്ച് കുറെ കൂടി തണുപ്പുള്ള ഒരു സമയത്തിലേക്ക് വരികയാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ പുകമഞ്ഞിന്റെ വർധനവും വലിയ പ്രശ്നം തന്നെയാണ്. അത് ഈ സർവീസുകളെല്ലാം തന്നെ കാര്യമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ലിജിൻ, ശരി, എന്തായാലും ഉത്തരേന്ത്യ അതിശൈത്യത്തിലേക്ക് പോകുന്നു. അപ്പോഴും ഡൽഹിയിൽ മലിനീകരണ തോത് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. KK പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം കണ്ടെത്താൻ ജലത്തിനടിയിൽ റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്ന് തുടങ്ങും. അണക്കെട്ടിന്റെ അടിയിലെ ദൃശ്യങ്ങൾ ശേഖരിച്ച് ബലക്ഷയം വിലയിരുത്തുന്നതിനാണ് ഈ പരിശോധന. 1200 അടി നീളമുള്ള അണക്കെട്ട് 100 അടി വീതമുള്ള 12 ഭാഗങ്ങളായി തിരിച്ചാണ് ആദ്യഘട്ട പരിശോധന നടത്തുക. അണക്കെട്ടിൽ 110 അടിക്ക് താഴെ സിമന്റ് പ്ലാസ്റ്ററിംഗ് ഇളകിയും നിർമ്മാണത്തിന് ഉപയോഗിച്ച സുർക്കി മിശ്രിതം നഷ്ടപ്പെട്ടും കരിങ്കല്ലുകൾ തെളിഞ്ഞതായി കേരളം നടത്തിയ പഠനങ്ങളിൽ വ്യക്തമായിരുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തുന്നത്. ഫ്രാൻസിൽ നിന്നും എത്തിച്ച ഉപകരണം ഉപയോഗിച്ച് ഡൽഹിയിൽ നിന്നുള്ള 4 ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെയാണ് ഇത്തവണത്തെ പരിശോധന. നമ്മുടെ നാട് ക്രിസ്മസ് ആഘോഷത്തിലാണ്. ഈ ക്രിസ്മസ് ആഘോഷത്തിൽ നമ്മളെല്ലാവരും മുഴുകുമ്പോൾ നമ്മുടെ പോലീസുകാർ കർമ്മനിരതരാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ ക്രിസ്മസ് കാലത്തും ഒരു വിശ്രമവും ഇല്ലാതെയാണ് ഈ പോലീസുകാർ ജോലി ചെയ്യുന്നത്. പക്ഷേ അവരുടെ ആ ഒരു ജോലി തിരക്കിനിടയിലും അവർ തന്നെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള സമയം കണ്ടെത്തുകയാണ്. അങ്ങനെ സന്തോഷം നൽകുന്ന നേമം പോലീസ് സ്റ്റേഷനിലെ വിശേഷങ്ങൾക്കാണ്. ലഹരിയിൽ അമരുമ്പോൾ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി തെരുവുകളിൽ കാവൽ നിൽക്കുകയാണ് നമ്മുടെ പോലീസ് സേന. വീട്ടുകാർക്കൊപ്പം കേക്ക് മുറിക്കാനോ കരോൾ പാടാനോ സാധിക്കുന്നില്ലെങ്കിലും തിരക്കുകൾക്കിടയിലും തങ്ങളുടെ തൊഴിലിടത്തെ ക്രിസ്മസ് കൂടാരമാക്കി മാറ്റുകയാണ് അവർ. സഹപ്രവർത്തകർക്കൊപ്പം കുടുംബാംഗങ്ങൾ കൂടി ചേർന്നപ്പോൾ ആഘോഷങ്ങൾക്ക് ഇരട്ടി മധുരം. ജോലിക്കിടയിലെ മാനസിക സമ്മർദ്ദം, പിരിമുറുക്കം എന്നിവ ഇല്ലാതാക്കാൻ ഇതുപോലെയുള്ള ആഘോഷങ്ങൾ സഹായകരമാകുമെന്നും അവർ പറയുന്നു. നമുക്ക് വീണ് കിട്ടുന്ന ഒരു അവസരമാണ് നമ്മുടെ, അതായത് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ് 24 hours എനിക്ക് തോന്നുന്നു വീട്ടിൽ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇവിടുത്തെ ഓരോ ആൾക്കാരും ചിലവഴിക്കുന്ന ഇതാണ്. നമ്മളൊരു വീട് പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ കിട്ടാത്ത പല ആഘോഷങ്ങളും അല്ല വീട്ടിൽ പറ്റാത്ത പല ആഘോഷങ്ങളും നമുക്ക് ഇവിടെ ഒരു കൂട്ടായ്മയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് എല്ലാവർക്കും ഒരു സന്തോഷം. ഒരു വീട് പോലെ തന്നെ സ്റ്റേഷൻ ഹൗസ് എന്ന് പറയുന്നത് അതിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ആ വീടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ക്രിസ്മസ് ആഘോഷിക്കാൻ വീടോ പള്ളിയോ വേണമെന്നില്ല. ഒത്തൊരുമയും സ്നേഹവും ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനും ക്രിസ്മസ് പന്തലാക്കാം. ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം സനീറ്റ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ഇതാണ് എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് ആഘോഷങ്ങൾ മാറ്റിവെക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് നമ്മുടെ പോലീസ് സേന. എന്നാലും ഇനി തൃശൂർ അന്തിക്കാട് KGM LP സ്കൂളിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ മിനി ബോൺ നത്താലെ ആഘോഷിച്ചു. ക്രിസ്മസ് പാപ്പയുടെ വേഷമണിഞ്ഞെത്തിയവർ അടക്കം 600ഓളം കുട്ടികളാണ് അന്തിക്കാടിന്റെ ഗ്രാമവീഥികളിൽ ആഘോഷ നൃത്തം വെച്ചത്. നരച്ചു നീണ്ട താടിയും ചുമന്നു നീണ്ട കുപ്പായവും കോണിന്റെ ആകൃതിയിലുള്ള നീണ്ടു ചുവന്ന തൊപ്പിയും തോളത്തെ സഞ്ചിയും റെയിൻഡിയറുകൾ വലിക്കുന്ന രഥത്തിൽ സമ്മാനപ്പൊതികളുമായി സാന്താക്ലോസ് ഗ്രാമവീഥികളിലൂടെ സഞ്ചരിച്ചു. അന്തിക്കാട് KGM LP സ്കൂളിലെ 600ഓളം കുരുന്നുകളുടെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായാണ് മിനി ബോൺ നത്താലെ നടന്നത്. 200 കുട്ടികൾ ക്രിസ്മസ് പാപ്പയുടെ വേഷമണിഞ്ഞു. 100 കുട്ടികൾ ബോൺ നത്താലയ്ക്കായി നൃത്തം വയ്ക്കാൻ വേറെയും. വഴിയരികിൽ നിന്ന ജനങ്ങൾക്ക് ക്രിസ്മസ് ആശംസകൾ നൽകി കുഞ്ഞു പാപ്പമാർ നടന്നു നീങ്ങി. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി മാലാഖമാരും ആട്ടിടയന്മാരും പോലീസുകാർക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. അന്തിക്കാട് KGM LP സ്കൂളിലെ 600ഓളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം വേറിട്ട രീതിയിലാണ് PTA നേതൃത്വത്തിൽ ആഘോഷിക്കപ്പെട്ടത്. നമ്മുടെ വിദ്യാലയത്തിലെ 200ഓളം കുട്ടികൾ ക്രിസ്മസ് പാപ്പയുടെ വേഷമണിഞ്ഞുകൊണ്ട് വരികയും അതുപോലെ തന്നെ 100ഓളം കുട്ടികൾ ക്രിസ്മസിൻ്റെ ബോൺ നത്താലെ ഡാൻസ് പരിശീലനം നടത്തി ആ ഡാൻസ് കളിക്കുന്ന വേഷത്തിലും കൂടിയാണ് വന്നിരുന്നത്. സ്കൂളിൽ നടന്ന ക്രിസ്മസ് ആഘോഷ ഉദ്ഘാടനം സ്കൂളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 3 വയസ്സുകാരി ദേവികയും വാർഡ് മെമ്പർ CK കൃഷ്ണകുമാറും ചേർന്ന് നിർവഹിച്ചു. പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ലിയോ ജോർജ്, വൈസ് പ്രസിഡന്റ് അജിഷ അൻവർ തുടങ്ങിയവർ സംസാരിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. ആഘോഷങ്ങളും ആചാരങ്ങളും തനിമയും പ്രൗഢിയും ചോരാതെ നെഞ്ചിലേറ്റുന്നവരാണ് ഡൽഹി മലയാളികൾ. ക്രിസ്മസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അവർ. പ്രത്യേക പ്രാർത്ഥനയും കരോളുമൊക്കെയായി ഡൽഹിയിലെ ക്രൈസ്തവരും ആഘോഷത്തിന്റെ ആ നിറവിലാണ്. ചുവന്ന തൊപ്പിയും ചുവന്ന വസ്ത്രങ്ങളും ധരിച്ച് പാട്ടുപാടി സമ്മാനങ്ങളുമായി ഇനി സാന്റയുടെ വരവാണ്. ഡിസംബർ ആദ്യവാരത്തോടെ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങൾ എല്ലായിടത്തും തുടങ്ങും. ക്രിസ്മസ് ട്രീയും നക്ഷത്രങ്ങളുമൊക്കെയായി പള്ളികളും വീടുകളുമെല്ലാം ആഘോഷത്തിലാകും. യേശുദേവന്റെ തിരുപ്പിറവി അറിയിച്ച് കരോളുകൾ വീടുകളിലേക്കെത്തും. ദിൽഷാദ് ഗാർഡനിലെ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയുടെ നേതൃത്വത്തിൽ 40 പേരടങ്ങുന്ന സംഘമാണ് തിരുപ്പിറവി ഗാനങ്ങളുമായി ക്രിസ്മസിനെ വരവേൽക്കുന്നത്. ഡൽഹിയിലെ അതിശൈത്യത്തെയും അവഗണിച്ച് കരോൾ സംഘം ഭവന സന്ദർശനം നടത്തുകയാണ്. അതിതീവ്ര തണുപ്പിലും ആ ഒരു തണുപ്പിനെ ഒന്നും വകവയ്ക്കാതെ ലോകം മുഴുവനും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായിട്ട് ജനിച്ച ആ ക്രിസ്തുവിൻ്റെ ജനനത്തിന് സന്ദേശം അറിയിച്ചുകൊണ്ട് ദിൽഷാദ് ഗാർഡൻ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്നും എല്ലാ വീടുകളിലേക്കുമായി കരോൾ ഇറങ്ങുകയാണ്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. 45ഓളം കുടുംബങ്ങളാണ് ഇടവകയിൽ ആകെയുള്ളത്. 5 ദിവസമാണ് കരോളുമായി വിശ്വാസികൾ വീടുകളിലേക്ക് എത്തുക. ഏറ്റവും ഒടുവിൽ താഹിർപൂരിലെ മദർ തെരേസ കോൺവെന്റിലെത്തി അന്തേവാസികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷം. ആൻസി ജോബിയുടെ നേതൃത്വത്തിലാണ് കരോൾ സംഘത്തിന്റെ ഭവന സന്ദർശനം. ജോഷി KB, ജോഷി കുര്യൻ, ആൽബി പീറ്റർ എന്നിവർ ഗായക സംഘത്തിനും നേതൃത്വം നൽകുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്ന് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഈ വിപണിയിൽ ഉണ്ടാവുക? പ്രത്യേകിച്ച് ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന സാധ്യതകളും മാറ്റങ്ങളുമൊക്കെ എങ്ങനെയാണ്? ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ആ നേട്ടം നിലനിന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആഗോള സാഹചര്യങ്ങളും അനുകൂലം തന്നെയാണ്. ഇന്നലെ US വിപണികളിൽ നേട്ടമായിരുന്നു. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ നേട്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഓഹരി സൂചികകളുടെ മുൻകാല ശരാശരി നീക്കങ്ങൾ നോക്കുമ്പോൾ അതും അനുകൂലമായി തന്നെ നിലകൊള്ളുന്നു. ഇത് കാണിക്കുന്നത് വരും ദിവസങ്ങളിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ്. മുൻനിര
ഓഹരി സൂചികയായ നിഫ്റ്റി 26,000-ന് മുകളിൽ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചു. 26,200-അടുത്താണ് നിഫ്റ്റിയിൽ വ്യാപാരം നടക്കുന്നത്. 26,200 എന്നുള്ള നിലവാരം തന്നെയാണ് ഇനി അടുത്ത ഒരു പ്രതിരോധ നിലവാരം. ഇന്ന് ആ നിലവാരത്തിന് മുകളിൽ എത്തിയേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. IT മേഖലയിലും ഒപ്പം തന്നെ ബാങ്കിങ് മേഖലകളിലും ഇന്നലെ നിക്ഷേപ താല്പര്യം കണ്ടിരുന്നു. സജീവമായി IT മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യം ഇനി വരും ദിവസങ്ങളിൽ വിപണിക്ക് കൂടുതൽ ഉണർവാകുമെന്നുള്ളത് തന്നെയാണ് കരുതപ്പെടുന്നത്. സാങ്കേതികമായി ഈ ഒരു നിലവാരം വളരെ പ്രധാനം തന്നെയാണ്. പല സമയങ്ങളിലും 26,300 എന്ന നിലവാരത്തിലേക്ക് എത്തി വിപണിയിലെ തിരുത്തൽ പ്രകടമായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തികച്ചും അനുകൂലമായി നിലനിൽക്കുന്നത് ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം നടന്നേക്കുമെന്നുള്ള പ്രതീക്ഷ നൽകുന്നുണ്ട്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്നലെ നേരിയ വിൽപ്പനയിലായിരുന്നെങ്കിൽ കൂടി കഴിഞ്ഞ ഒരാഴ്ചയിൽ തുടർച്ചയായി അവർ വിപണിയിലറ്റ നിക്ഷേപത്തിലുമായിരുന്നു. എന്തായാലും ഈ ഒരു ആഴ്ചയിലെ തുടക്കം ഇന്നലെ മികച്ചതായിരുന്നു. നല്ല രീതിയിലൊരു നിക്ഷേപ താല്പര്യം ഉണ്ടായി. പ്രത്യേകിച്ച് ചെറുകിട നിക്ഷേപകരുടെ ഭാഗത്തുനിന്നും ഒരു അനുകൂലമായ ഒരു നീക്കം തന്നെയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഇത് വരും ദിവസങ്ങളിലും നിലനിൽക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്തായാലും നേട്ടത്തിൽ തന്നെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. അതാണ് വിപണിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. കെ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PT തോമസ് അനുസ്മരണം നടന്നു. എറണാകുളം ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ യോഗം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നിലപാടുകളിൽ ഉറച്ചുനിന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആൾരൂപമായിരുന്നു PT തോമസ് എന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. പ്രകൃതി സ്നേഹിയും ലാളിത്യത്തിന്റെ മാതൃകയായിരുന്ന PT തോമസ് യുവതലമുറയ്ക്ക് എന്നും വഴികാട്ടിയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അധ്യക്ഷത വഹിച്ചു. MLA-മാരായ K. ബാബു, എൽദോസ് കുന്നപ്പള്ളി, ഉമാ തോമസ്, KPCC ജനറൽ സെക്രട്ടറിയും കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറുമായ ദീപ്തി മേരി വർഗീസ്, KPCC DCC ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, അതാണ് ഇപ്പോൾ കോഴിക്കോട്ടെ മനോഹര കാഴ്ച. ഡിസംബറിൽ മാത്രം വിരിയുന്ന ഈ മണിമുല്ലകൾ കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചയാണ്. പൂത്തൊളിഞ്ഞു നിൽക്കുന്ന മണിമുല്ല പൂങ്കാവനം കാണാൻ നിരവധി പേരാണ് നടൻ വിനോദ് കോവൂരിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. വർഷത്തിൽ കുറച്ചു ദിവസങ്ങൾ മാത്രം കാണുന്ന അതിമനോഹരമായ കാഴ്ചയാണിത്. ഡിസംബറിൽ പൂക്കുന്ന മണിമുല്ലകൾ. ദൂരെ നിന്ന് കണ്ടാൽ വെള്ളം കുത്തിയൊലിച്ചു വരുന്നതാണെന്നേ തോന്നൂ. അത്രയ്ക്ക് മനോഹരമാണ് മണിമുല്ലകൾ പൂത്തുകഴിഞ്ഞാലുള്ള കാഴ്ച. വിനോദ് കോവൂരിന്റെ സഹോദരൻ മനോജ് കുമാറിന്റെ കോവൂരിലെ ചിത്രമൂല വീട്ടിൽ കഴിഞ്ഞ 8 വർഷമായി മണിമുല്ലകൾ പൂക്കാറുണ്ട്. ഡിസംബർ പകുതിയാകുമ്പോൾ കുടുംബത്തിനും ഇതൊരു ആഘോഷമാണ്. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കഥകൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടു നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകിവാ. ഈ ഒരു മാസം ഞങ്ങൾക്ക് ഇതാണ് ആഘോഷമാണ്, ഞങ്ങളെ ഫെസ്റ്റിവൽ സീസണാണ്. 10-11 മാസം ഞങ്ങൾക്ക് ഇവിടെ തണലും കുളിരും തരുന്നൊരു ചെടിയാണിത്. ഇവിടുന്ന് ചേട്ടൻ തൈകൾ ഇങ്ങനെ പലർക്കും ചേട്ടൻ ചെറിയ ചെറിയ പോട്ടലാക്കിയിട്ട് തൈകൾ കൊടുക്കും. അത് പലരുടെ വീട്ടിലും കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ നിന്നൊക്കെ പൂവിട്ടിട്ട് അവരൊക്കെ ഫോട്ടോ അയച്ചു തരും. അതാ ഞങ്ങളുടെ വീട്ടിലുണ്ടായെന്നുണ്ട്. അതും വലിയ സന്തോഷമാണ്. പക്ഷേ ഇങ്ങനെ വൈഡായിട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ. 18 വർഷം മുമ്പാണ് മനോജ് മുല്ലയുടെ കൊച്ചുകമ്പ് വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് നട്ടത്. ഇത് പൂത്തു കഴിയുമ്പോൾ ഇത്രമാത്രം മനോഹരമാകുമെന്ന് അന്ന് അവരും കരുതിയില്ല. മണിമുല്ലകളിൽ വീണുകിടക്കുന്ന മഞ്ഞുതുള്ളികൾ, തേൻ കുടിക്കാനായി പൂക്കളിലൂടെ പാറിപ്പറക്കുന്ന പൂമ്പാറ്റകൾ, ആ കാഴ്ച കണ്ടുണരുന്ന ഡിസംബറിലെ 10 ദിവസത്തെ പുലരി അത്രമാത്രം മനോഹരമാണ്. ഇത് കാണാൻ ദൂരെ നിന്ന് വരെ നിരവധി പേരാണ് കോവൂരിലെ ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നത്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ദേവതമാർ കടൽ കടന്നെത്തിയ ഐതിഹ്യ പെരുമഴയിൽ ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പാട്ട് മഹോത്സവം. ദേവീ ആരാധനയുടെ മനോഹര കാഴ്ചകൾ സമ്മാനിക്കുകയാണ് പാട്ടുത്സവം.
ഉത്തര കേരളത്തിലെ ആരാധനാമൂർത്തികളായ നിരവധി ദേവതമാർ ചന്ദനമരത്താൽ തീർത്ത കപ്പലിലേറി ആര്യർ നാട്ടിൽ നിന്നും കടൽ കടന്നെത്തിയതിന്റെ ഐതിഹ്യ പെരുമയിലാണ് ദേവീക്ഷേത്രങ്ങളിൽ പാട്ടുത്സവം നടന്നുവരുന്നത്. ദുർഗാസങ്കല്പത്തിൽ പ്രധാനമായ പൂമാല ഭഗവതി, പരിവാര ദേവതകളായ ആയിറ്റി ഭഗവതി, പുന്നക്കാൽ ഭഗവതി, ഉച്ചൂളിക്കടവത്ത് ഭഗവതി എന്നീ ദേവതമാരെ ആരാധിക്കുന്ന ദേവീക്ഷേത്രങ്ങളിലാണ് പാട്ട് മഹോത്സവങ്ങൾ നടക്കുന്നത്. 42 അടി നീളമുള്ള മരക്കപ്പലിൽ ദേവതമാർ വന്നിറങ്ങിയെന്ന സങ്കല്പത്തെ അടിസ്ഥാനമാക്കി ക്ഷേത്രങ്ങളിൽ നിന്ന് ദേവനർത്തകന്മാർ മണിക്കുടയും തിരുവായുധവും എടുത്ത് തോണിയിലേറി വാദ്യഘോഷങ്ങളോടെ ജലസഞ്ചാരം നടത്തുന്നത് പാട്ടുത്സവത്തിലെ ആകർഷക കാഴ്ചയാണ്. കടൽ പോലെ നീളുന്ന ഭഗവതിമാരുടെ ഐതിഹ്യം മരക്കലപ്പാട്ടിലൂടെ ക്ഷേത്രമുറ്റങ്ങളിൽ പാടി വരുന്നു. അലങ്കരിച്ച തിരുമുറ്റങ്ങളിൽ 6 ദിവസം നീളുന്ന എഴുന്നള്ളത്ത് നടത്തി കളത്തിലരിയിടൽ ചടങ്ങോടെയാണ് ദേവതമാരുടെ ഐതിഹ്യം വർണ്ണിക്കുന്ന പാട്ടുത്സവങ്ങൾക്ക് സമാപനമാകുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. ഇടവിളയായി കൃഷി ചെയ്ത മാലി മുളകിൽ നിന്നും 100 മേനി വിളവ് നേടുകയാണ് ഇടുക്കി രാജകുമാരി മുരുക്കുംതൊട്ടി സ്വദേശിയായ അജി. ഏലത്തിന് ഇടവിളയായിട്ടാണ് ഇദ്ദേഹം മാലി മുളക് കൃഷി ചെയ്തത്. വർഷങ്ങളായി ഏലം കൃഷിയിൽ സജീവമായി നിൽക്കുന്ന കർഷകനാണ് രാജകുമാരി മുരിക്കുംതൊട്ടി സ്വദേശി അജി. ഏലം റീപ്ലാന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി നിലമൊരുക്കിയപ്പോഴാണ് താൽക്കാലികമായി മാലിമുളകും കൃഷി ചെയ്തത്. രാജകുമാരി ഫെഡറേറ്റഡ് മാർക്കറ്റിൽ നിന്ന് വിത്ത് വാങ്ങി. ആകെ 4 ഏക്കർ സ്ഥലത്ത് കൃഷി ഇറക്കി. മാസം മുതൽ വിളവ് ലഭിച്ചു തുടങ്ങി. മാലിമുളകിന് നിലവിൽ വില സ്ഥിരതയില്ല. കിലോഗ്രാമിന് 20 രൂപ മുതൽ 400 രൂപ വരെ വില വരാറുണ്ട്. അജി ഉൽപ്പന്നം വിപണിയിൽ എത്തിച്ചപ്പോൾ മികച്ച വില ഉണ്ടായിരുന്നതിനാൽ നേട്ടം ഇരട്ടിച്ചു. നല്ല വില കിട്ടുന്ന സമയത്ത് സന്തോഷമാണ്, അല്ലാത്ത സമയത്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെറുതെ ആവും. അതോടൊപ്പം തന്നെ വിലയില്ല എന്ന് കരുതി ഇതിന് ഉപേക്ഷിക്കാൻ കഴിയില്ല. വിലയില്ല എങ്കിലും പായം മൂപ്പത്തിയ മുളകൾ പിഴുതു മാറ്റേണ്ടിയിരിക്കുന്നു, ഇല്ലെങ്കിൽ ചെടിയോടുകൂടി നശിച്ചു പോകും. മൂപ്പത്തിയ പഴങ്ങൾ അതിൽ നിന്ന് പറിച്ചു മാറ്റേണ്ടിയിരിക്കുന്നു. കിലോഗ്രാമിന് 100 രൂപയെങ്കിലും സ്ഥിരമായി ലഭിച്ചാൽ കൃഷി ലാഭകരമായി കൊണ്ടുപോകാമെന്നാണ് അജി പറയുന്നത്. നെടുങ്കണ്ടവും കട്ടപ്പനയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ മാർക്കറ്റുള്ളതിനാൽ വിൽപ്പനയ്ക്കും പ്രതിസന്ധിയില്ല. അമൃത ന്യൂസ്, ഇടുക്കി. ശബരിമല മണ്ഡലപൂജയ്ക്ക് കലിയുഗവരതനായ അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്രയ്ക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തുടക്കമായി. പുലർച്ചെ 5 മുതൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പൊതുജനങ്ങൾക്കായി തങ്കയങ്കി ദർശനം ആരംഭിച്ചിരുന്നു. വിവിധ ക്ഷേത്രങ്ങളിലെയും ഇടത്താവളങ്ങളിലെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 26-ന് വൈകിട്ടോടെ ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, തങ്കയങ്കി രഥഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്, എന്താണ് വിവരങ്ങൾ? ലിജിൻ, വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഈ രഥഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നത്. തങ്കയങ്കിയും വഹിച്ചുള്ള രഥഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നത്. പുലർച്ചെ 5 മണി മുതൽ തന്നെ ആറന്മുള ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി ഈ തങ്കയങ്കി ദർശനത്തിനുള്ള അവസരമുണ്ടായിരുന്നു. 7 മണിയോടെയാണ് ഈ തങ്കയങ്കി ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കുടിമരച്ചൂട്ടിൽ നിന്നും പുറത്തേക്കെടുത്തത്. അവിടെ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലാണ് ഈ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നത്. ശബരിമലയുടെ മാതൃകയിലുള്ള പ്രത്യേകം തയ്യാറാക്കിയ ഈ രഥം എല്ലാ വർഷവും ഈ മാതൃകയിലുള്ള രഥത്തിലാണ് തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലേക്ക് പോകുന്നത്. പോലീസ് അടക്കം, സായുധ പോലീസ് സേനാംഗങ്ങൾ അടക്കമുള്ളവരുടെ അകമ്പടിയോടെയാണ് ഈ രഥഘോഷയാത്ര നടക്കുന്നത്. നിരവധി ഭക്തജനങ്ങളും ഈ രഥഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിക്കുന്നുണ്ട്. ഓരോ കേന്ദ്രങ്ങളിലും, വിവിധ ക്ഷേത്രങ്ങളിലും അതുപോലെ ഈ രഥഘോഷയാത്ര കടന്നു പോകുന്ന പാതയ്ക്ക് ഇരുവശവും നിരവധി ആളുകളാണ് രഥഘോഷയാത്രയെ എത്തുന്നത്, കാത്തു നിൽക്കുന്നത്. അവിടെ അവർ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് രഥഘോഷയാത്രയ്ക്ക് നൽകുന്നത്. നിരവധി പേരാണ് റോഡിലും മറ്റുമായി ഈ തങ്കയങ്കി കണ്ടു ദർശിക്കാനായി കാത്തു നിൽക്കുന്നത്. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് രഥഘോഷയാത്ര കടന്നു പോകുന്നത്. ഇന്ന് വൈകുന്നേരം ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച രഥഘോഷയാത്ര ഇന്ന് വൈകുന്നേരം. ശരി, എന്തായാലും തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ ഇന്ത്യൻ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച ഒരുക്കിയ കൾച്ചറൽ കോൺഗ്രസിന് സമാപനമായി. മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നടൻ മമ്മൂട്ടി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്കാരം മറ്റുള്ളവരുടെ സാന്നിധ്യം കൂടെ തിരിച്ചറിയുക എന്നതാണ് സംസ്കാരമെന്നും ഈ ഭൂമിയും വായുവും മറ്റ് ജീവജാലങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം സംസ്കാരം ഉള്ളവരായി മാറുന്നത് എന്നും മമ്മൂട്ടി പറഞ്ഞു. വിദ്യാഭ്യാസം സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്.
മനുഷ്യർ പരസ്പരം വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ മതം. സൂര്യനും മഴയ്ക്കും രോഗങ്ങൾക്കും ഒന്നും ജാതിയും മതവുമില്ല. വേർതിരിവുകൾ കണ്ടെത്തുന്ന ഇടത്താണ് സ്നേഹം ഇല്ലാതാകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. കൾച്ചറൽ കോൺഗ്രസ് 2ാം പതിപ്പിന്റെ ലോഗോ പ്രകാശനവും മമ്മൂട്ടി നിർവഹിച്ചു. സമാപന വേദിയിൽ മമ്മൂട്ടിക്കുള്ള ആദരമായി അഭിനയ സൂര്യൻ നവരസ് അവതരണവും നടത്തും. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2ാം T20 മത്സരം ഇന്ന് നടക്കും. വൈകിട്ട് 7 മണിക്ക് വിശാഖപട്ടണത്താണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ മത്സരം ഇന്ത്യ വിജയിച്ചിരുന്നു. വിശാഖപട്ടണത്ത് നടന്ന മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾ 8 വിക്കറ്റിന്റെ ആധികാരിക ജയമാണ് നേടിയത്. ഫീൽഡിങ്ങിലെ പിഴവുകളെയും ബോളിംഗ് മികവും ബാറ്റിംഗ് കരുത്തുമായി ടീം ഇന്ത്യ മറികടന്നു. പരമ്പരയിൽ അവസാന 3 മത്സരങ്ങൾക്ക് തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയം വേദിയാകും. മത്സരങ്ങൾക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. വനിതകൾക്കും വിദ്യാർത്ഥികൾക്കും 125 രൂപയും ജനറൽ ടിക്കറ്റിന് 250 രൂപയും ഹോസ്പിറ്റാലിറ്റി സീറ്റുകൾക്ക് 3000 രൂപയുമാണ് നിരക്കുകൾ. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ഗുഡ് മോർണിംഗ് കേരള പൂർണ്ണമാകുന്നു. ഒപ്പം തന്നെ കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനലിൽ കാണാം.